പുതിയ നായകനെ കൂടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മാധവ്, എങ്ങനെയുണ്ടായിരുന്നു കുമ്മാട്ടിക്കൽ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ചേച്ചിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. മലയാള സിനിമയ്ക്ക് ഒരു നായകനെ അല്ല 4 നായകന്മാരെ കിട്ടുമെന്നും 2 നായികമാരെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അജു പറഞ്ഞതുപോലെ കുമ്മാട്ടിക്കളിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു എൻ്റെ സെറ്റിൽ ഫങ്ഷൻ ചെയ്തത്. നമ്മുടെ എല്ലാവരുടെയും കരിയർ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം, കമ്പൈൻഡ് വർക്ക് എക്സ്പീരിയൻസസ് ആക്ടേഴ്സ് 20 ഫിലിംസോളം വരുന്നത്. പിന്നെ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ലെന മാം ഉണ്ടായിരുന്നു, മൈം ഗോപി സാർ ഉണ്ടായിരുന്നു, അസീസ് നിർമ്മ, ദിനീഷ് ആൽബി. അപ്പോൾ again ഒരു എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിൻ്റെയും ന്യൂ കമേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനായിരുന്നു കുമ്മാട്ടിക്കളി. ബെൻസൻ സാറും 25+ ഇയേഴ്സ് തമിഴിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം എന്ന് പ്രേക്ഷകരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഫിലിം. സാറിൻ്റെ ഐഡിയോളജി ആ സിനിമയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ 2-ാം തീയതി നാളെ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും തിയേറ്ററിൽ പോയിട്ട് കണ്ട് അവരുടേതായ അഭിപ്രായം അറിയിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അവർ ആൻസർ ചെയ്യും. പടത്തെക്കുറിച്ചും കൂടുതൽ പടമായിരിക്കണേ. മലയാളത്തിലേക്ക് ലാസ്റ്റ് ചൂടപ്പാണല്ലോ കുമ്മാട്ടിക്കളി. അപ്പോൾ എന്തുകൊണ്ട് കുമ്മാട്ടിക്കളി എന്ന് ചോദിച്ചാൽ? മലയാളത്തിലോട്ടുള്ള എൻ്റെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് JSK ആണ്. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത ഫിലിം JSK ആണ്. പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ചെയ്ത് സുരേഷ് ഗോപി അച്ഛൻ ലീഡായിട്ട് ആക്ട് ചെയ്യുന്ന അച്ഛൻ അനുപമ പരമേശ്വരൻ. കുമ്മാട്ടിക്കളി ഞാൻ JSKയുടെ ഐ തിങ്ക് ഒരു 50% കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എന്നിലോട്ട് എത്തുന്നത്. JSKയും എനിക്ക് സജിത് ഏട്ടൻ വഴിയാണ് ആ പ്രോജക്റ്റ് വന്നത്. സജിത് കൃഷ്ണ ലൈൻ പ്രൊഡ്യൂസറാണ്. കുമ്മാട്ടിക്കളിയിൽ വന്നപ്പോഴത്തേക്കും സാർ എനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഡെന്നിസിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയും ഒന്ന് ഞാൻ ആദ്യം ഒബ്സർവ് ചെയ്തു സ്ക്രിപ്റ്റിൽ. അതിലെത്രമാത്രം ഒരു ന്യൂ കമ്മിങ് ആക്ടറായ ഒരു അപ്കമ്മിങ് ആക്ടറായ മാധവ് സുരേഷിന് കുറച്ച് ഈസോട്, അതൊരു ഈസിയായ തൊഴിലല്ല. ആക്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം അതിലോട്ടുള്ള ഒരു ബ്രേക്കിങ്, ഒരു ഐസ് ബ്രേക്കർ പോലെ എനിക്ക് എന്തുമാത്രം അത് മാധവ് സുരേഷ് എന്ന ഇൻഡിവിജ്വലിനെ ഈസി ആക്കും. അത് ആ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് എത്ര സാമ്യമുണ്ട് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടും എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും. ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഡെന്നിസ് സീം ലൈക്ക് എ ഗുഡ് ഫിറ്റ്. ഓവറോൾ ഇതിൻ്റെ സിനിമയുടെ കോൺസെപ്റ്റ് നോക്കിയാലും സിംഗിൾ ലീഡെന്ന് ഞാൻ പറയത്തില്ല. അതിപ്പോൾ സാറും അജുവും അങ്ങനെ പറഞ്ഞാലും എൻ്റെ ഉദ്ദേശത്തിൽ 4 പയ്യന്മാരുടെ കഥയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് മാച്ച്ഡ് അപ്പ്. നല്ല ചോയ്സ് ആയിട്ട് തോന്നി. ആൻഡ് നിമിത്തം എന്ന് പറയാം, ഞാൻ കുമ്മാട്ടിക്കളി സെക്കൻഡ് ഫിലിമായിട്ട് ചെയ്തെങ്കിലും ഇപ്പം എൻ്റെ ഫസ്റ്റ് റിലീസാണ്. JSK ഡിസംബറിൽ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. സോ ഹോപ്പ്ഫുള്ളി ദൈവം സഹായിച്ചെല്ലാം നന്നായി വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ എന്നതിലുപരി ഇപ്പോൾ ജൂനിയർ പൃഥ്വിരാജ് എന്നൊരു ടാഗ് ലൈനും കൂടി കിട്ടിയിട്ടുണ്ട്. കമൻസിലും അങ്ങനെയാണ് നോക്കിയത്. എങ്ങനെയാണ് അതിന് നോക്കിക്കാണുന്നത്? സുരേഷ് ഗോപിയുടെ മകനാണെങ്കിലും ജൂനിയർ പൃഥ്വിരാജ് എന്ന് പറയുകയാണെങ്കിലും ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ കളക്റ്റീവായിട്ട് വന്നൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പൃഥ്വിരാജായിട്ടുള്ള കമ്പാരിസൺസ് ആണ്. രാജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് എ ലെജൻഡ് ഓഫ് അവർ ജനറേഷൻ. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഡു ഐ ബിലീവ് ഐ എം പൃഥ്വിരാജ്, ഐ എം ലൈക്ക് പൃഥ്വിരാജ്, ഓർ ദാറ്റ് ഐ എം ലൈക്ക് സുരേഷ് ഗോപി? നോ, ഐ എം മാധവ് സുരേഷ്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റി തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുമെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. സോ അതിൽ കൂടുതലൊരു അഭിപ്രായം എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് നോക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമൻസ് എൻ്റെ അടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു തെറ്റ് സ്വഭാവം തന്നെയാണ്. ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമൻസ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചില കമൻസ് ഞാൻ കാണാറുണ്ട്. ബട്ട് അതല്ലാതെ ഇരുന്ന്
കമൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്നു.